പരമായ അവസ്ഥയാണ്. അപ്പൊ എറണാകുളത്ത്, ഉദാഹരണത്തിന് എറണാകുളത്ത് ചെല്ലാനം, പേര് നോക്കിക്കഴിഞ്ഞാൽ ചെല്ലാനം എന്നുണ്ട്. അപ്പൊ ചെല്ലാനം എന്ന് കേൾക്കുമ്പോൾ ചെല്ലാനത്തെ ജനം മുഴുവൻ ആശങ്കാകുലരാകുകയാണ്. ചെല്ലാനത്തെ ജനം മുനമ്പം പോലെ ഇവിടെയും വരുന്നു എന്നുള്ള ചിന്ത സ്വാഭാവികമല്ലേ? ഏറ്റവും പ്രധാനമായിട്ട് രാജ്യം മുഴുവൻ, കേരളത്തിലെ അല്ലെങ്കിൽ മുനമ്പത്തെ ഒരു പ്രശ്നം മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വഖഫ് ബോർഡ്. അപ്പോ ഇതിൽ എത്രത്തോളം വലിയ രീതിയിലുള്ള ബോധവൽക്കരണം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഫാദറിന്റെ ഒരു കാഴ്ചപ്പാടിൽ ജനങ്ങളോട് പറയാനുള്ളത്. സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതായത് ജനത്തിന്റെ ഇടയിൽ ഇതുവരെ നമ്മൾ പലപ്പോഴും നിയമം എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ട കാര്യങ്ങളല്ല എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവെ നമുക്ക് പൗരന്മാർക്ക് ഉണ്ടായിരുന്നത്. അഡ്വക്കേറ്റ്സോ ജഡ്ജസോ മാത്രം. പിന്നെ ലെജിസ്ലേറ്റേഴ്സ്, അവർ നിയമം വളരെ കൃത്യമായിട്ട് അത് പഠിച്ച് അത് നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ നിയമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ഒരു ചിന്തയിൽ നമ്മൾ ഇതെല്ലാം മറ്റുള്ള ആർക്കോ വെച്ച് കൊടുത്ത് കൈമാറി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോഴ് നമ്മൾ പ്രത്യേകിച്ച് ഈ മുനമ്പം വിഷയത്തോടു കൂടി നമ്മൾ തിരിച്ചറിയുകയാണ്, അങ്ങനെ കൈമാറി സ്വസ്ഥതയോടുകൂടി സുരക്ഷിതമായിട്ട് ഇനി അങ്ങോട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന്. അതായത് നമ്മുടെ പാർലമെന്റേറിയൻസ്, അതുപോലെ നമ്മുടെ നിയമസഭാ സാമാജികർ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു നിയമം, ഒരു ലെജിസ്ലേഷൻ 1995 ഉണ്ടാക്കിയ ലെജിസ്ലേഷൻ, അതിന്റെ അമെന്റ്മെന്റ് 2013 ഉണ്ടാക്കിയ അമെന്റ്മെന്റ്, ഇതൊക്കെ ഇപ്പോൾ വായിച്ചു നോക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടന നിലവിലുള്ള ഒരു ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കുന്ന കാര്യമാണോ ഇതൊക്കെ? ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള ചോദ്യം. അപ്പോ പ്രാക്ടിക്കലി ഈ ഒരു മുനമ്പം വിഷയം വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് നിയമ അവബോധം വർദ്ധിക്കാൻ ഇടയാക്കിയ ഒരു സംഭവമായിട്ടാണ് ഞാൻ മുനമ്പത്തെ വിഷയത്തെ ഇപ്പോൾ കാണുന്നത്. അത് പൊതുജനത്തിനിടയിൽ നിയമം പഠിക്കാനുള്ള താല്പര്യമുണ്ട്. അത് പഠിക്കാനുള്ള കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ തയ്യാറാകുന്നു. നിയമത്തെക്കുറിച്ച് എഴുതാൻ പലരും മുന്നോട്ട് വരുന്നു. എന്തിന്, നിയമമേഖലയിൽ വ്യാപരിക്കുന്നവർ തന്നെയും ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ, ജനത്തോട് വിശദീകരിക്കാൻ മുന്നോട്ട് വരുന്നു. ചുരുക്കി പറഞ്ഞാൽ നിയമം കുറെ കൂടി ജനകീയമായി മാറുന്ന അതിസുന്ദരമായ ഒരു കാഴ്ചയാണ് ഈ വഖഫ് ആക്ടിനോടനുബന്ധിച്ച് മുനമ്പത്ത് ഉള്ള ആ പ്രതിസന്ധികൾ, അതുണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികൾ ഇന്ന് ഈ പൊതുസമൂഹത്തിൽ ഉണർത്തിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ജനകീയമായും പഠന വിഷയമായും നിയമം മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഫാദർ, യഥാർത്ഥത്തിൽ ഈ നിലവിൽ കേരളത്തിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന മുനമ്പം പോലെ വലിയ രീതിയിൽ ഭീഷണി അനുഭവിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന പ്രദേശങ്ങൾ, അതിന്റെ ഒരു കണക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിസ്റ്റ് വഖഫ് ബോർഡിന്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. പക്ഷെ അതിൽ ഇവിടുത്തെ ജനങ്ങൾ എത്രത്തോളം ബോധവാന്മാരാണ്? ഇങ്ങനെ ഒരു പ്രശ്നം അത് മുൻപത്തെ ജനങ്ങളുടെ മാത്രമാണ് എന്നൊരു ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോവുകയാണ് എന്നാണ് തോന്നുന്നത്. ഏത് തരത്തിലുള്ള ഒരു ആശയമാണ് ജനങ്ങളിലേക്ക് താങ്കൾക്ക് പകർന്നു നൽകാനുള്ളത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ജനം നിയമത്തെക്കുറിച്ച് ഇപ്പോൾ അവബോധമുള്ളവരാകാൻ കുറച്ചൊക്കെ ഇടയാക്കിയെന്ന് ഞാൻ പറയുമ്പോഴും ഈ ഇതിന്റെ പ്രായോഗികമായ രീതിയിലേക്ക് അത് ചിന്തിക്കാനും അന്വേഷിക്കാനും, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അതിന് വേണ്ടി എന്താണ് ഇവിടുത്തെ വിഷയം, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ചിന്തയിലേക്കൊന്നും വന്നിട്ടില്ല. ഉദാഹരണത്തിന് വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ, അതില് വെബ്സൈറ്റില്, അത് ഒഫീഷ്യലാണെന്നറിയാം, ആ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റില് ഒന്ന് കയറി നോക്കാനോ തങ്ങളുടെ സ്ഥലത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ നമ്മുടെ പേരുകൾ അവിടെ ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ അന്വേഷിക്കാനും, ചോദ്യങ്ങൾ ചോദിക്കേണ്ടവരോട് ചോദിക്കാനും, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താനും ഒക്കെയുള്ള ഒരു ജാഗ്രതയിലേക്ക് കേരള സമൂഹം ഇതുവരെയും വന്നിട്ടില്ല. ഈ ദിവസങ്ങളിൽ ഞാനൊന്ന് ചെറിയൊരു രീതിയിൽ ഒരാളുടെ സഹായത്തോടു കൂടി ഒന്ന് ചെറുതായിട്ട് പഠിക്കുകയായിരുന്നു.
ഞാൻ 3 ഡിസ്ട്രിക്റ്റിന്റെയാണ് ഒന്ന് നോക്കിയിട്ടുള്ളത്. 3 ഡിസ്ട്രിക്റ്റ്. ഉദാഹരണത്തിന് ഇപ്പൊ എറണാകുളം, ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണുള്ളത്. എറണാകുളം ഡിസ്ട്രിക്റ്റില് 7ഓളം സബ് ഡിസ്ട്രിക്റ്റ് എന്ന രീതിയിലാണ് ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ വഖഫ് ബോർഡ് ക്ലെയിം ഉന്നയിക്കുന്ന സ്ഥാവര സ്വത്തുക്കളുടെ എണ്ണം 2121. 2121. പക്ഷേ അവയുടെ പേരുകളൊക്കെ അവിടെയുണ്ട്. ഇതിലൊക്കെ സൈറ്റിൽ പേരുകളുണ്ട്. പക്ഷേ വിവരങ്ങൾ തൽസ്ഥിതി സംബന്ധിച്ച് ഇപ്പൊ എന്താണ് അവസ്ഥ എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ലാത്ത വകകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാവോ? 1962. അതായത് നമുക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വഖഫ് ക്ലെയിമുള്ള ഭൂമിയെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് വെറും 165ഓളം മാത്രമാണ്. 1962ഓളം സ്ഥലനാമങ്ങൾ മാത്രമേയുള്ളൂ. ആ സ്ഥലനാമങ്ങളുടെ ഡീറ്റെയിൽസ്, അതിന്റെ സർവേ നമ്പർ, അതിന്റെ അതിര്, അതിന്റെ മാനേജർ അവിടെ കാണാം. മുത്തവല്ലി എന്നുള്ള രീതിയിൽ മാനേജറെ അവിടെ കാണാം. അപ്പോ ഇത് വളരെ ഗുരുതരമായ അവസ്ഥയാണ്. അപ്പൊ എറണാകുളത്ത്, ഉദാഹരണത്തിന് എറണാകുളത്ത് ചെല്ലാനം പേര് നോക്കിക്കഴിഞ്ഞാൽ ചെല്ലാനം എന്നുണ്ട്. അപ്പൊ ചെല്ലാനം എന്ന് കേൾക്കുമ്പോ ചെല്ലാനത്തെ ജനം മുഴുവൻ ആശങ്കാകുലരാകുകയാണ്. ചെല്ലാനത്തെ ജനം മുനമ്പം പോലെ ഇവിടെയും വരുന്നു എന്നുള്ള ചിന്ത സ്വാഭാവികമല്ലേ? ചെല്ലാനം എന്നുള്ള പേര് അവിടെ കാണുകയും അതിന് ഒരു മുത്തവല്ലിയായിട്ട് അല്ലെങ്കിൽ മാനേജറായിട്ട് നൂറുൽ ഇസ്ലാം മസ്ജിദ് എവിടെയുള്ളത്, എടക്കൊച്ചിയിലുള്ള മസ്ജിദിന്റെ പേരും കിടക്കുന്നു. അപ്പൊ ചെല്ലാനംകാർ മുഴുവൻ നെട്ടോട്ട് ഓടുകയാണ്. അവരന്വേഷിക്കുകയാണ്. അവിടെയുള്ള 3 പേര് ഈ മസ്ജിദിൽ ചെന്ന് ചോദിക്കുകയും ചെയ്തു, ഇതെന്താണ്, ചെല്ലാനത്ത് എവിടെയാണ് എന്ന്. അപ്പോ മസ്ജിദിൽ നിന്ന് കിട്ടുന്ന മറുപടി അത് എന്തോ മിസ്റ്റേക്കാണ്, അതങ്ങനെ ഒന്നുമില്ല, മിസ്റ്റേക്കാണ്. അപ്പൊ മിസ്റ്റേക്കാണ് എന്ന് പറയുന്നു. പക്ഷേ അതിപ്പോ അങ്ങനെയാണെങ്കിൽ അവര് തള്ളിപ്പറയേണ്ടതല്ലേ? ഒഫീഷ്യലായി തങ്ങളുടെ പേര്, തങ്ങളുടെ അഡ്രസ് അവിടെ കൃത്യം ഈ വെബ്സൈറ്റിൽ കിടക്കുമ്പോ അത് മിസ്റ്റേക്ക് ആണ് എന്ന് പറയുന്നു. ചെല്ലാൻ എന്നുള്ള പേര് മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനെ തിരുത്താനോ തള്ളിപ്പറയാനോ അവര് തയ്യാറാകേണ്ടതല്ലേ? ഒഫീഷ്യലായിട്ട് ലെറ്റർ പാഡിൽ തന്നെ ആളുകള് നോക്കൂ. വിപിൻലാലെ, സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ജനത്തിന് വലിയ ഭീതിയുണ്ട്. കാരണം മുനമ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഈ ഒരു അവസ്ഥയെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? അപ്പോ എറണാകുളത്തെ കണക്കിതാണ്. 1962 സ്ഥലനാമങ്ങൾ ഉണ്ടെങ്കിലും ആ സ്ഥലനാമങ്ങളുടെ ഡീറ്റെയിൽസ് ലഭ്യമല്ല.